തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി. CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ ജംഷീർ നടുക്കോട്ടിലാണ് ഭീഷണിപ്പെടുത്തിയത്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. രാമകൃഷ്ണനും ജംഷീറും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു. ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടൻ ഒന്ന് പറഞ്ഞിക്ക്, ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. ഈ മാത്തനോട് നീ ചോദിച്ചു നോക്ക്, എനിക്ക് വിദ്യാഭ്യാസ കുറവുള്ളു. മാത്തനെയൊക്കെ അരീശ്രീ പഠിപ്പിച്ച എന്റെ അപ്പനാ. മാത്തൻ, ആ ഏലിയാസ്, അങ്ങനെ കുറെ ആൾക്കാര്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ? അവനെ കൊന്നിട്ട് അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നു. അതാ സാഞ്ചേട്ട, എന്താണ് പ്രശ്നം? നിങ്ങളെ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കോ. എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് 3 മക്കളും ഇപ്പൊ ഒരു 7 പേരക്കുട്ടികൾ, 7 ഇപ്പൊ 9 പേരക്കുട്ടികളാവും. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് മദ്യം, പിന്നെ വാറ്റിയാരായമുണ്ട്, അതേമാതിരി തന്നെ വിദേശ നിർമ്മിത മദ്യവും കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പുതിയൊരു സന്ദേശം കൊടുക്കുന്നത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കുക, ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഉള്ള സന്ദേശം. അഴിമതി ചെയ്യാത്ത ആൾക്കാർ വിഡ്ഢികളാണെന്നുള്ളതാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർക്ക് കഴിവില്ലായ്മ കൊണ്ടാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അഴിമതിയും അക്രമവും പിന്നെ കൈമുതലാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. എന്ത് വിപത്തുണ്ടായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത്.